ശാന്തിയുടെ മകൾ സുജിതയ്ക്ക് അരിവാൾ രോഗം സ്ഥിരീകരിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നതിനിടയ്ക്കും ശാന്തി മകൾക്ക് ചികിത്സ നൽകി. തട്ടിയും തടഞ്ഞും ജീവിതം അങ്ങനെ മുന്നോട്ടു പോകുമ്പോഴാണ് 6 മാസം മുൻപ് ഭർത്താവ് ഏകൻ മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്ക് പോയിട്ട് എത്ര പണം കിട്ടാനാണ്? വീട്ടിലെ അവസ്ഥ ഭയങ്കര ദാരിദ്ര്യമാണ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് ഒക്ടോബർ മാസത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ അനിയത്തി. പെട്ടെന്ന് അരിവാൾ രോഗിയായ മകൾക്ക് വയ്യാതാകും. ആംബുലൻസ് വിളിച്ചാലും കൃത്യസമയത്ത് എത്തില്ല. അരിവാൾ രോഗം ഉണ്ടായിരുന്നു 6 വയസ്സ് തൊട്ട്. എന്നിട്ട് നാളെ സ്ഥിരമായിട്ട് അമ്മയെ ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ നാളെ സ്ഥിരമായിട്ട് ഗുളികയൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ട് പകുതി ഗുളിക കിട്ടില്ല, പകുതി ഗുളിക കിട്ടും. ആ ദേശത്തിന് ആള് 1 മാസമായിട്ട് ആൾക്ക് ഗുളിക കൊണ്ടുപോയി കിട്ടിയിട്ടില്ല. അതെന്റെ മോള് തന്നെ പറഞ്ഞു വിട്ടത്. അമ്മ ഇവിടെ നിൽക്കണ്ട, അമ്മ എവിടേക്കെങ്കിലും പണിക്ക് പോകുന്നു. എന്നിട്ട് എന്റെ മോള് ജീവൻ പോയത് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം മുതൽ അരിവാൾ രോഗത്തിന് മരുന്ന് കിട്ടാതായി. ആരോഗ്യവകുപ്പിന്റെ മൊബൈൽ യൂണിറ്റ് കൃത്യമായി ഊരുകളിൽ എത്താറുമില്ല. വാടകയ്ക്ക് വണ്ടി വിളിച്ചാണ് ആശുപത്രിയിലേക്ക് പോയിരുന്നത്. വണ്ടിക്ക് പണം കൊടുക്കാൻ കഴിയാതായതോടെ അടുക്കള ജോലിക്ക് ശാന്തി ചുരമിറങ്ങി. തൃശൂരിൽ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുജിത വിട്ടുപോയ വിവരം ശാന്തി അറിയുന്നത്. കുറച്ചുനേരം ഒന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെയായി. കൃത്യമായി മരുന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി സുജിത ഇവിടെ ജീവനോടെ ഇരുന്നേനെ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.